കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിലും വർധനവുണ്ടായി. ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ 13.18% വെള്ളമാണുള്ളത്. 1.24 ദശലക്ഷം വൈദ്യുതി ഉൽപ്പാദനമാണ് മൂലമറ്റം പവർ ഹൌസിൽ നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി തകർത്തു പെയ്യുന്ന കാലവർഷമഴ ഹൈറേഞ്ചിലെ വരണ്ടുണങ്ങിയ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർത്തുന്നതിന് കാരണമായി. കടുത്ത വരൾച്ചയിൽ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളായ ഇടുക്കി, മാട്ടുപ്പെട്ടി, മുല്ലപ്പെരിയാർ, ആനയിറങ്കൽ, പൊന്മുടി, കല്ലാർകുട്ടി, തേക്കടി അടക്കമുള്ള അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിരുന്നു. ചെങ്കുളം അണക്കെട്ടിൽ മാത്രമാണ് ഇത്തവണ വെള്ളമുണ്ടായിരുന്നത്. മാട്ടുപ്പെട്ടി, തേക്കടി അടക്കമുള്ള അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്ന ബോട്ട് സർവീസും നിർത്തിവെച്ചിരുന്നു. ഇത്തരത്തിൽ മലയോരത്തിന്റെ മണ്ണ് വരണ്ടുണങ്ങി വിണ്ടുകീറിയ അവസ്ഥയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി തോരാതെ പെയ്യുന്ന മഴ ഹൈറേഞ്ചിന്റെ മണ്ണിന് കുളിര് പകർന്നു നൽകിയതിനൊപ്പം അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയരുന്നതിനും കാരണമായി. 3 ദിവസത്തിനുള്ളിൽ ഇടുക്കി അണക്കെട്ടിൽ 3%-ലധികം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 10% ജലനിരപ്പ് ഇപ്പോൾ 13.18%-ലെത്തി. ജലനിരപ്പ് 2504.46 അടിയായി ഉയർന്നു. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി അണക്കെട്ടിനെ ആശ്രയിച്ച് മൂലമറ്റം പവർ ഹൌസിൽ നടക്കുന്ന വൈദ്യുതി ഉൽപ്പാദനവും വർദ്ധിച്ചിട്ടുണ്ട്. 1.24 ദശലക്ഷം വൈദ്യുതിയുടെ ഉൽപ്പാദനമാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത മഴയിൽ ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ലഭിച്ചത് 89.4 മില്ലിമീറ്റർ മഴയാണ്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിയാർജിക്കുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ സംഭരണശേഷി കുറഞ്ഞ ജില്ലയിലെ 3 അണക്കെട്ടുകൾ തുറന്നുവിട്ടു. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര തുടങ്ങിയ അണക്കെട്ടുകളാണ് തുറന്നുവിട്ടത്. റിപ്പോർട്ടർ, ഇടുക്കി.